മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമുയർത്തി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രാർത്ഥനകളും നടന്നു. അർദ്ധരാത്രി തുടങ്ങിയ ചടങ്ങുകൾ പുലർച്ചെ വരെ നീണ്ടു. പള്ളികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സംസ്ഥാനമെമ്പാടും കരോളുകളും സംഘടിപ്പിച്ചു. നന്മയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിച്ചു. ലോകരക്ഷകനായ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. കേരളത്തിലും വളരെ ആവേശത്തോടെയും ഒത്തൊരുമയോടെയുമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ജാതിമത ഭേദമന്യേ മലയാളികൾ ഈ ആഘോഷത്തിൽ പങ്കുചേർന്നു. യേശു ജനിച്ച കാലിത്തൊഴുത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വീടുകളിലും പള്ളികളിലും മനോഹരമായ പുൽക്കൂടുകൾ ഒരുക്കിയിരുന്നു. രാത്രികാലങ്ങളിൽ സാന്താക്ലോസിനൊപ്പം വീടുതോറും കയറിയിറങ്ങുന്ന കരോൾ സംഘങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇതിൽ പങ്കുചേരുന്നു. കേരളത്തിൽ ക്രിസ്മസ് വെറുമൊരു മതപരമായ ഉത്സവം മാത്രമല്ല, മറിച്ച് ഒരു സാമൂഹിക ഒത്തുചേരൽ കൂടിയാണ്. അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും കേക്കും പലഹാരങ്ങളും നൽകി സന്തോഷം പങ്കിടുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. കഠിനമായ മഞ്ഞുകാലത്തും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചം പകരാൻ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മെ സഹായിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാനും മുറിവേറ്റവർക്ക് ആശ്വാസമേകാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എളിമയുടെയും കരുണയുടെയും സന്ദേശമാണ് ക്രിസ്മസ് പകരുന്നത്. വലിയ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് ഒരു പുൽക്കൂടിലാണ് ലോകരക്ഷകൻ പിറന്നതെന്ന വിശ്വാസം ലളിതമായ ജീവിതത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. പകയും വിദ്വേഷവും വെടിഞ്ഞ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ലോകം മുന്നോട്ടു പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കും ഈ ക്രിസ്മസ് ആഘോഷിക്കാം. ന്യൂസ് ഡെസ്ക് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.